വളരെ എനിക്ക് പേഴ്സണലി ഈ ഫ്രാഞ്ചൈസിയിലെ തന്നെ ഏറ്റവും വീക്കസ്റ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ സെക്കൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ട്വിസ്റ്റ് എക്സ്പെക്ട് ചെയ്തല്ല വരുന്നെങ്കിൽ പോലും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സിനിമാനുഭവം മാത്രമാണ് ദൃശ്യം 3 എനിക്ക് പേഴ്സണലി തന്നിട്ടുള്ളൂ. ഒരുപാട് ഹൈപ്പ്, ഒരുപാട് പ്രതീക്ഷ വന്നു എന്നുള്ള ഒരു തെറ്റുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമയിൽ നല്ല രീതിയിൽ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ക്യാരക്ടറൊക്കെ കൊണ്ടുവന്ന് ക്ലൈമാക്സ് എന്തെങ്കിലും കാര്യമായിട്ട് നടക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിൽഡപ്പിനോട് നീതി പുലർത്താതെ ജസ്റ്റ് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് സിനിമയുടെ ക്ലൈമാക്സിൽ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടിയത്. കാരണം ഈ സിനിമയില് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ജോർജ് കുട്ടി ഇങ്ങനെയല്ല. നമ്മൾ ജോർജ് കുട്ടീനെ എന്തൊക്കെ കാണോ നമ്മള് അറിയാം ഇന്ന കാര്യങ്ങളെ ജോർജ് കുട്ടി ചെയ്യുള്ളൂ തന്റെ കുടുംബത്തിന് വേണ്ടി. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ക്യാരക്ടർ വിട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആ ഒരു ഭാഗം എനിക്ക് അത്ര വർക്കായിട്ട് തോന്നില്ല. ഓവറോൾ ഒരു ആവറേജ് വാച്ചബിൾ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ വിട്ടിട്ട് പുറത്തോട്ട് ഒരു വളർച്ചയുണ്ട് പല കഥാപാത്രങ്ങൾക്കും. ഇപ്പോ മോഹൻലാലിന്റെ ജോർജ് കുട്ടി ആയാലും പിന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ആയാലും, ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് ആ ഒരു ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോ ക്യാരക്ടർ വിട്ടിട്ട് ആണ് കുറെ പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊട്ടും ഒട്ടും ഡൈജസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല. കാരണം ആ ഒരു യൂണിവേഴ്സിൽ സിങ്ക് ആവാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ജോർജ് കുട്ടി ഇങ്ങനത്തെ ഒരാളല്ല. കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും. പക്ഷെ ഈ ഒരു ലെവലിലേക്ക് ജോർജ് കുട്ടി ചെയ്യില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ആ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് സിനിമയിൽ അത്ര ഫിറ്റിനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു.